ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, അവരുടെ നെയിം റിപ്പീറ്റായിട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എന്താണ് the world, Four of Swords, Ten of Wands, Ace of Wands, Page of Pentacles, Death. കുറച്ചുകൂടി കാർഡ്സ് നോക്കട്ടെ. യൂണിവേഴ്സ് എന്താണ് അവരുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Nine of Cups, Page of Cups, the High Priestess, the Wheel of Fortune, ടെമ്പറൻസ്. ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് മജീഷ്യനാണ്. അപ്പം നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം കാണാമെന്ന് കരുതുന്നു. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് പ്രകാരം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിൽ അവർ പഠിക്കേണ്ടതായിട്ടുള്ള ജീവിത പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ആ ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത്. അവരുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം പേർക്കും ഒരു ദുരിത സമയമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ചെയ്തിട്ടുള്ള ശരിതെറ്റുകളുടെ ഫലം അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. കർമ്മ റിലേറ്റഡ് ആയിട്ട് ആ ഒരു വ്യക്തിക്ക് പല രീതിയിലുള്ള തിരിച്ചടികൾ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അതായത് നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നന്മയും
അതുപോലെ തന്നെ തെറ്റായ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാപവും ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭൂരിഭാഗം പേരും വിദേശത്ത് ജോലി ചെയ്യുന്നവരാകും, അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട വ്യക്തിയുമായിരിക്കും. എന്നാൽ ഈ ഒരു സമയം അവർക്ക് വിദേശത്ത് പോകാൻ സാധിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ടാകും. ഇവിടെ ഫസ്റ്റ് കാർഡ് വേൾഡ് കാർഡ് കിട്ടിയതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫിൽ അബ്രോഡ് പോകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അതായത് കടൽ കടന്ന് പോകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൻ്റെ ഒരു സൈക്കിൾ പൂർത്തിയാകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം എല്ലാവർക്കും നല്ലതും ചീത്തയായിട്ടുള്ള കാലഘട്ടം ഉണ്ടായിരിക്കുമല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ കഷ്ടകാലം പിടിച്ച സമയങ്ങളെല്ലാം അവസാനിക്കുന്ന സമയം കൂടിയാണിത്. അവർ ഒരു പുതിയ സൈക്കിളിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു ടൈം പീരീഡ് കൂടിയാണ്. അതുപോലെ തന്നെ ഇവർക്ക് പല സമയങ്ങളിലും ഇവർക്ക് ഒരു അലസത ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അതായത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർ എടുക്കേണ്ടിയിരുന്ന സമയത്ത് ഒന്നും ചെയ്യാതെ പല കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റിവെച്ചിട്ട് അത് നാളെ ആകട്ടെ എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അതുപോലെ തന്നെ ഇവർക്ക് പല കാര്യങ്ങളിലും റെസ്പോൺസിബിലിറ്റി കൂടിയതായിട്ട് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഭംഗിയായി നിർവഹിക്കാനുള്ള ആ ഒരു ശേഷി ആ ഒരു വ്യക്തിക്കില്ല എന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് തോന്നുകയാണ്. അത് അവരുടെ കുടുംബകാര്യമോ അല്ലെങ്കിൽ ജോലി സംബന്ധമായോ അങ്ങനെ ഏത് രീതിയിൽ ചിന്തിക്കുകയാണെങ്കിലും അവർക്ക് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നു. അതായത് നമ്മളുടെ ജീവിതത്തിൽ ഒരു വിഷമം വരുമ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ നമ്മൾ മറ്റൊരാളെ അന്വേഷിക്കുമല്ലേ. അപ്പം അങ്ങനെ ഒരാൾ അവരുടെ ലൈഫിൽ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ കാണുന്നു, അല്ലെങ്കിൽ അവരുടെ ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ പോലും എല്ലാം സ്വയം സഫർ ചെയ്യേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണിത്. അവരുടെ ഇപ്പോഴുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഇറക്കി വെച്ചിട്ട് മറ്റൊരു രീതിയിലുള്ള ഒരു പുതിയ തുടക്കം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ്സിനെല്ലാം ഈ ഒരു വ്യക്തി ഒരു മാറ്റം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അതെല്ലാം കംപ്ലീറ്റ്ലി എൻഡ് ആക്കിയിട്ട് പുതിയൊരു രീതിയിലേക്ക് മാറാൻ ഈ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നു. ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഒരുപാട് കാലമായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഡ്രോപ്പായിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വല്ലപ്പോഴും മിണ്ടുന്ന ബന്ധം മാത്രമേ നിങ്ങൾ തമ്മിലുള്ളെങ്കിൽ പോലും തീർച്ചയായിട്ടും അത് പുതുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. എന്തായാലും ഇതൊരു ഫാസ്റ്റ് മൂവിങ് എനർജി അല്ല, എങ്കിൽ പോലും സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയും പോലെയാണ് ഈ ഒരു വ്യക്തിയുടെ എനർജി നമുക്ക് പറയാൻ സാധിക്കുക. അപ്പം ഏത് രീതിയിലാണെങ്കിൽ പോലും അവർക്ക് നിങ്ങളുമായിട്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഉണ്ടാകണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നാണ് ഈ വ്യക്തി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പലപ്പോഴും പല കാര്യങ്ങളും അവരുടെ കൈകളിലേക്ക് എത്തിയതിന് ശേഷം അത് കിട്ടാതെ പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്താതെ പല കാര്യങ്ങളും മാറിപ്പോകുന്നുണ്ടായിരിക്കാം. ആ ഒരു അവസ്ഥ കാണുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സണ്. പലപ്പോഴും ഈ വ്യക്തി ജീവിതത്തിൽ സിംഗിൾ ലൈഫാണ് ഇഷ്ടപ്പെടുന്നത്. അതായത് അവരുടെ കൂടെ ആരുണ്ടായാലും അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസ് അവരുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും നിങ്ങളിലേക്ക് വരണമെന്ന് വിചാരിച്ചാൽ പോലും ചില സമയത്ത് ഈ വ്യക്തി ചിന്തിക്കുന്നത് എനിക്ക് എൻ്റേതായുള്ള ജീവിതമുണ്ട്, എനിക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷിക്കാൻ സാധിക്കുന്നത്, അതുകൊണ്ട് ഇതാണ് നല്ലത്, മറ്റാരിലും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അതായത് സ്വയം ആ വ്യക്തിയെ തന്നെ സ്നേഹിക്കുന്ന തരത്തിലുള്ള എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. പക്ഷേ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എത്ര സെപ്പറേഷനിലാണെങ്കിൽ പോലും പലപ്പോഴും നിങ്ങളെ അവർക്ക് വളരെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് പലപ്പോഴും ഈ ഒരു വ്യക്തിയെ വിഷമിപ്പിക്കുന്നതായിട്ട് കാണുന്നു.
അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ഇവർക്ക് വളരെയധികം ഇൻഡ്യൂഷൻ തോന്നുന്ന ഒരു സമയം കൂടിയാണ്. അതായത് ആ ഒരു ഇൻഡ്യൂഷനെയാണ് അവർ കൂടുതലായും വിശ്വസിക്കുന്നത്. അവർക്ക് ഒരുപാട് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഉപദേശിക്കുന്ന ആളുകൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും അവർ ഈ ഒരു സമയം അവരുടെ മനസ്സിലെ തോന്നലുകൾ അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നതാണ് ശരി എന്നുള്ള രീതിയിലൂടെയാകും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് സൈക്കിക് എബിലിറ്റീസ് ഒക്കെ കൂടുതലായിട്ടുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അവർ വളരെ സ്പിരിച്വൽ ആയിരിക്കാം. അതുപോലെ തന്നെ അവരുടെ കരിയറിൽ പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇൻറ്റിമസി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളോട് പറയാത്ത ഒരുപാട് രഹസ്യങ്ങൾ, അതായത് മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന നിഗൂഢമായ രഹസ്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആക്കാൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവാം. പലപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഇവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഒരിക്കലും സ്റ്റേബിളായ കാര്യങ്ങളല്ല ഇപ്പോൾ അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്തെങ്കിലും തരത്തിൽ ഒരു പോസിറ്റിവിറ്റി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു നെഗറ്റീവ് മൈൻഡിലേക്ക് പോകുന്ന, അതായത് മനസ്സ് വിഷമിക്കുന്ന ഇൻസിഡൻസ് അവരുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ടൈം പീരീഡിലൂടെയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പല കാര്യത്തിനും അവർക്ക് ശരിയായ ഒരു ഉത്തരം കിട്ടുന്നുണ്ടാവില്ല. അതായത് ഇപ്പോൾ ശരിയാണെന്ന് തോന്നിയ കാര്യം കുറച്ചു കഴിഞ്ഞ് അവർക്ക് തെറ്റാണെന്ന് തോന്നിയേക്കാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഒരു വ്യക്തി അവരുടേതായ തീരുമാനത്തിൽ കൂടിയായിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് തൻ്റെ ഇൻഡ്യൂഷനാണ് ശരിയെന്നുള്ള രീതിയിലായിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് അവരുടെ ഫീലിങ്സ് ആണെങ്കിലും എടുത്ത ഡിസിഷൻസ് ആണെങ്കിലും മാറി മറിയുന്ന സിറ്റുവേഷൻസ് അവർക്കുണ്ടാകുന്നു. ഒരാൾക്കൊരു വാക്ക് കൊടുത്താൽ അത് പാലിക്കാൻ ആ ഒരു വ്യക്തിക്ക് പറ്റണമെന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകുകയില്ല. ഒരു ചാഞ്ചാട്ടം അവരുടെ മനസ്സിലുണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ എനർജി അത്തരത്തിലാണെന്ന് ആണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരു മാനിഫെസ്റ്റേഷൻ പവറൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അത് നല്ല രീതിക്ക് യൂസ് ചെയ്താൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അവർക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ആ ഒരു വ്യക്തിക്ക് ക്ഷമ ആവശ്യമാണ്. ഇവിടെ മജീഷ്യൻ കാർഡ് വന്നതുകൊണ്ട് തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ അവർക്ക് ലഭിച്ചേക്കാം. വാഹനം വാങ്ങാത്ത വ്യക്തിയാണെങ്കിൽ അത് മേടിക്കാനുള്ള യോഗവും, അതുപോലെ അത് മാറ്റി വാങ്ങാനോ അല്ലെങ്കിൽ ഒരു പുതിയ വീട് വെക്കാനോ അങ്ങനെയൊക്കെയുള്ള യോഗങ്ങൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ എല്ലാ കാര്യവും വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിത്. കാരണം ഈ ഒരു സമയം എല്ലാ കാര്യവും വളരെ ലാഘവത്തോടു കൂടി അല്ല കാണേണ്ടത്. ആ ഒരു ഓവർ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് അഹങ്കാരമൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നേടിയെടുത്ത പല കാര്യങ്ങളും നഷ്ടപ്പെടാനുമുള്ള യോഗം ഉണ്ടാകും എന്നുള്ളത് കാണുന്നു. അപ്പം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ അങ്ങനെ ഈ ഒരു പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അത് അവരുടെ കുറ്റമായിട്ട് ഇവിടെ കാണുന്നില്ല. ഇത് അവരുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് കാണുന്നു. അവരുടെ മനസ്സെല്ലാം പ്യുവറായി മാറാൻ കുറച്ച് സമയം എടുത്തേക്കാം. ഇവിടെ അവരുടെ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ്, മെൻ്റൽ സ്ട്രെസ്സ്, പല കാര്യങ്ങളിലും തടസ്സം, എടുത്ത ഡിസിഷൻസ് തെറ്റാണെന്ന് പിന്നീട് തിരിച്ചറിയുക, അല്ലെങ്കിൽ നേടിയത് നഷ്ടപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് പഴയ വ്യക്തിയിൽ നിന്ന് പുതിയ വ്യക്തിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. ആ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണ് പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അവരുടെ ഒരു ഘട്ടം അവസാനിക്കുന്ന സമയത്ത് പുതിയൊരു ഘട്ടത്തിലേക്ക് അവർ കാലെടുത്ത് വെക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് ഒരുപാട് നല്ല നല്ല യോഗങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. അബ്രോഡ് പോകാനായിട്ടുള്ളതും, അതുപോലെ തന്നെ ഒരു വാഹനം മേടിക്കാനുള്ളതും, വീട് വെക്കാനായിട്ടുള്ളതും, പല പല മാറ്റങ്ങൾ, അതുപോലെ തന്നെ അവരുടെ സ്വഭാവത്തിലാണെങ്കിലും ശരി പല പല മാറ്റങ്ങൾ വരാനായിട്ടിരിക്കുന്നു. അപ്പം അതെല്ലാമാണ് കാണുന്നത്. അപ്പം ഇപ്പോൾ അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് ആണ്.
നിലനിൽക്കുന്നത്. അപ്പം അത് ഓൾറെഡി ആ ഒരു സൈക്കിൾ എൻഡ് ആവുന്നതിൻ്റെ ആ ഒരു സ്റ്റേജാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ആ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് നോക്കാം. 6 of Pentacles, Four of Wands, 10 of Cups, the Sun, Five of Cups. ഇനിയും റിലേഷൻഷിപ്പ് ഗൈഡൻസും കൂടി നോക്കാം. മജീഷ്യൻ, വീൽ ഓഫ് ഫോർച്യൂൺ, 9 of Wands, the Lovers, the World. Six of Cups. അപ്പം എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഫേസ് എൻഡ് ആവുന്ന ഒരു സമയമാണ് കേട്ടോ. നമുക്കിവിടെ വേൾഡ് കാർഡും വീൽ ഓഫ് ഫോർച്യൂണും എല്ലാം അവരുടെ സോൾ മെസ്സേജിനും റിലേഷൻഷിപ്പ് ഗൈഡൻസിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത് കൺഫേം ആണ്. അപ്പം എന്തായാലും ഈ ഒരു സൈക്കിൾ എൻഡ് ആവുന്ന ഈ ഒരു സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പുതിയ സൈക്കിളിലേക്ക് കടക്കുന്ന ആ ഒരു സമയത്തായിരിക്കാം നിങ്ങളുടെ വ്യക്തിയുമായിട്ട് പിന്നെയും ഒരു റീയൂണിയൻ ഇവിടെ പോസിബിൾ ആകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോവാം. ആദ്യമേ നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജാണ് പറയുന്നത്. ഞാൻ നിനക്ക് സ്നേഹം നൽകാനും അതേ അളവിൽ തിരികെ വാങ്ങാനും ആഗ്രഹിക്കുന്നു. നിനക്കൊപ്പം ഞാൻ സന്തോഷമായിട്ടുള്ള ഒരു ഭാവി കാണുന്നു. നിനക്കൊപ്പം എൻ്റെ ജീവിതം പൂർണ്ണമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സ്നേഹം എൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശമാണ്. നീ എൻ്റെ ആത്മാവിന് ഊർജം തരുന്ന ആളാണ്. ഞാൻ ചില അവസരങ്ങൾ നഷ്ടപ്പെടുത്തി, അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയം നിനക്കായി ഇപ്പോഴും തുറന്നിരിക്കുന്നു. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. ഇനിയും റിലേഷൻഷിപ്പ് ഗൈഡൻസ് നമുക്ക് നോക്കാം. നിങ്ങളുടെ ബന്ധം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് മാറ്റാനുള്ള എല്ലാവിധ കഴിവുകളും നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം മാനിഫെസ്റ്റ് ചെയ്ത് നേടാവുന്നതാണ്. സമയം മാറുകയാണ്. നിങ്ങളുടെ ബന്ധത്തിൽ വലിയ മാറ്റം വരാനിരിക്കുന്നു. നിങ്ങൾ ഇതിനോടകം തന്നെ ഒരുപാട് ജീവിത പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം. നീണ്ട നാളത്തെ പോരാട്ടത്തിന് ശേഷം നിങ്ങൾ ക്ഷീണിതനായിരിക്കാം. എങ്കിലും അവസാന ശ്രമം ഉപേക്ഷിക്കാതെ ഇരിക്കുക. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷനായിട്ട് കാണുന്നു. ഈ ബന്ധം എത്ര ആഴത്തിലുള്ളതാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ ശുദ്ധതയും മനസാക്ഷിയും വേണം. എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തിയായിരിക്കുന്നു. പുതിയൊരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. അതായത് ഈ ഒരു ബന്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ സമയമായിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരാൾ പാസ്റ്റിൽ നിന്ന് വരാനായിട്ടുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നു. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു റീയൂണിയൻ സംഭവിച്ചേക്കാം. ആ ഒരു പാസ്റ്റിൽ നിന്ന് വരുന്ന ആളെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരു റീയൂണിയൻ പോസിബിൾ ആണ് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അപ്പം ഇതാണ് റിലേഷൻഷിപ്പ് ഗൈഡൻസ് ആൻഡ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്.